വേണ്ടിയുള്ള ബോധപൂർവമായ പ്രവർത്തനത്തിൽ കേരളത്തെ ഒരു അർദ്ധ വികസിത രാജ്യത്തിൻ്റെ 400 കൊല്ലക്കാലം വികാസം നേടിയിട്ടുള്ള ഒരു അർദ്ധ വികസിത രാജ്യത്തിൻ്റെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിലേക്ക് കേരളത്തിലെ ജനങ്ങളെ എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ അടുത്ത പ്രാവശ്യം വീണ്ടും ഒരു മുഖ്യമന്ത്രിയാകുക മന്ത്രിയാകുക എന്നുള്ളത് മാത്രമല്ല, ജനങ്ങളുടെ ജീവിത നിലവാരം മുന്നോട്ടേക്ക് പോകാം. മുതലാളിത്ത പ്രതിസന്ധിയുടെ ഭാഗമായിട്ട് സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുകയും ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുകയും ചെയ്യുന്ന ലോക പശ്ചാത്തലത്തിൽ ഇന്ത്യയിലും അതിൽ നിന്ന് വിഭിന്നമായി ഏറ്റവും പിന്നണിയിൽ നിൽക്കുന്ന ജനവിഭാഗങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ ഉതകുന്ന രീതിയിൽ, അതാണ് ഞാൻ പറഞ്ഞത്, പട്ടിണി അതിദാരിദ്ര്യം അവസാനിപ്പിക്കുന്ന സംസ്ഥാനം ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമായിട്ട് കേരളം മാറുകയാണ്. അതുപോലെ തന്നെ വീട് ലൈഫ് പദ്ധതിയുടെ ഭാഗമായിട്ട് 5 ലക്ഷത്തിലധികം ആൾക്കാണ് വീട്, ഇനിയും വീട് കൊടുക്കാൻ ആവശ്യമായ സംവിധാനം, അതുപോലെ തൊഴിൽ ഉൾപ്പെടെ നൽകുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ, അതുപോലെ ചികിത്സാ സംവിധാനം, ഇതൊക്കെ ലോകത്തിന് തന്നെ മാതൃകയാവുന്ന രീതിയിലാണ് വിദ്യാഭ്യാസ മേഖല ഉൾപ്പെടെ. അപ്പോൾ വികസനം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, വികസന രാഷ്ട്രീയം തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. അത് BJP നേതാവ് പറയുന്നത് പോലെ വികസനം ഉണ്ടെന്നില്ല എന്ന് പറയുന്നത് തികച്ചും തെറ്റായ പ്രചാരവേലയാണ്. കോൺഗ്രസിനാണെങ്കിൽ വികസനം പറയാൻ ധൈര്യമില്ല. അതുകൊണ്ട് അവർക്ക് വികസനം എന്ന് പറയുന്നത് തന്നെ പ്രയാസമാണ് ഇപ്പോൾ. കാരണം രാജ്യവ്യാപകമായ കേരള വ്യാപകമായിട്ട് വികസനത്തിൻ്റെ ഒരു വലിയ അനുഭവമാണ് ജനങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ രീതിയിൽ അതിശക്തമത്തായ മുന്നേറ്റമാണ് നടക്കാൻ പോകുന്നത്. നിങ്ങളാദ്യം ചോദിച്ചതുപോലെ ഇനി 2 ദിവസമേ ഉള്ളൂ. 17-ാം തീയതി വൈകുന്നേരം ആകുമ്പോഴേക്ക് പ്രചരണം അവസാനിക്കുകയാണ്. പിന്നെ നിശബ്ദമായ പ്രവർത്തനം മാത്രമേ 18-ാം തീയതി ഉള്ളൂ. 19-ാം തീയതി പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. ഞങ്ങൾക്ക് യാതൊരു ഉത്കണ്ഠയും ഞങ്ങൾക്കില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല മുൻകൈയോടുകൂടി വിജയിച്ചു വരാൻ സാധിക്കും എന്ന് തന്നെയാണ് പറയുന്നത്. പഹൽഗാം പരാമർശം ഞാൻ പറഞ്ഞത് അത്രയേ ഉള്ളൂ. പഹൽഗാം സംഭവം നടന്നപ്പോൾ ജമ്മു ആൻഡ് കാശ്മീരിലാണ് അതിനെതിരായിട്ട് പ്രതിഷേധം നടന്നത്. ആദ്യം ആ പ്രതിഷേധത്തിൽ പങ്കെടുക്കാത്ത ഒരേ ഒരു വിഭാഗം ജമാഅത്ത് ഇസ്ലാമിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞ ഇതാണ്, അതായത് ആദ്യം നടന്ന ജമ്മു ആൻഡ് കാശ്മീരിലെ ഭീകരാക്രമണത്തിനെതിരായിട്ട് നടന്ന സർവകക്ഷി പ്രതിഷേധത്തിൽ പങ്കെടുക്കാതിരുന്നത് ഈ ജമാഅത്ത് ഇസ്ലാമി മാത്രമാണ്. നിരോധനമൊന്നുമില്ല. എന്ത് നിരോധനം? അവിടെ നമ്മുടെ പാർട്ടി സെൻട്രൽ കമ്മിറ്റി മെമ്പർക്കെതിരായിട്ട് മത്സരിച്ചത് അവരുടെ സ്ഥാനാർത്ഥിയാണ് BJP. അവിടുത്തെ എന്ത് നിരോധനം? അവരവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിത് ഏതാ മീഡിയ വണ്ണാണോ ഇതിൻ്റെ ഭയങ്കരമായിട്ട്? നിങ്ങളാണല്ലോ ജമാഅത്ത് ഇസ്ലാമി. അതാ പറഞ്ഞത്. നിങ്ങൾക്ക് വക്കീൽ നോട്ടീസിൽ അയച്ചോട്ടെ എന്ന്. അതിനെന്താ ഞങ്ങൾക്ക് അത് നിയമപരമായിട്ട് കൈകാര്യം ചെയ്തത്? അത് ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം. വസ്തുതാപരമായിട്ടാണ് പറഞ്ഞത്. ഞാൻ ഒന്നുകൂടി ഇപ്പോൾ പറയുകയാണ്. അതായത് ഭീകരാക്രമണം പഹൽഗാമിലുണ്ടായപ്പോൾ അതിനെതിരായിട്ട് വന്ന പ്രതിഷേധത്തിൽ അതിശക്തിയായ മുന്നേറ്റം, ജനകീയമായ മുന്നേറ്റം സൃഷ്ടിച്ചപ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞു നിന്ന ഒരേ ഒരു വിഭാഗം ജമാഅത്ത് ഇസ്ലാമിയാണെന്നാണ് ഞാൻ പറഞ്ഞത്. അതിപ്പോഴും ഞാൻ പറയുകയാണ്, ആവർത്തിക്കുകയാണ്. ജമാഅത്ത് ഇസ്ലാമിയാണ് പറഞ്ഞത്. പ്രസ്താവനയുണ്ട്, പറഞ്ഞാൽ മതി, നമുക്ക് നോക്കാം. ഞാൻ ആദ്യത്തെ സംഭവം എന്ന് പറഞ്ഞാൽ അതിൽ ആ പ്രതിഷേധത്തിൽ പങ്കെടുത്തില്ല. ഇല്ലല്ലോ, അവിടെ പങ്കെടുത്തില്ല. അതാ പറഞ്ഞാൽ അവിടെ മത്സരിച്ചിട്ടുണ്ടല്ലോ. ഞങ്ങൾക്കെതിരായിട്ട് വേറെ ഏതെങ്കിലും പേരില്ല. നിങ്ങൾ ഈ മത്സരിച്ച് ഈ നിരോധിച്ചതിനെ പറ്റിയുള്ള പത്രവാർത്ത പറയേണ്ടൊന്നും കാര്യമില്ല കേട്ടോ. നിരോധിച്ച വേറൊരു വഴിയിൽ പങ്കെടുക്കും, അത്രയേ ഉള്ളൂ. നിരോധിച്ച വേറൊരു രീതിയിൽ പോകും, അത്രയേ ഉള്ളൂ. വെൽഫെയർ പാർട്ടി അത് രാഷ്ട്രീയ പ്രശ്നമല്ലേ?